നമസ്കാരം, പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അരിയുണ്ടയുടെ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ അരിയുണ്ട ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്, വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ ഇത് സാധാരണ വൈകുന്നേരത്തെ ചായക്കൊക്കെ ഒരു തനി നാടൻ പലഹാരമാണ്. വൈകുന്നേരത്തെ ചായക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വരും. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 വട്ടം കഴുകി എടുത്തിട്ടുള്ള മട്ട അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് മട്ട അരി തന്നെ എടുക്കുന്നതാണ് കൂടുതൽ രുചികരം. അപ്പോൾ അതുകൊണ്ട് കഴുകി അതൊന്ന് ഫിൽറ്റർ ചെയ്തിട്ട് ആ അരിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. സ്റ്റൗ ഓൺ ചെയ്തിട്ട് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ചങ്ങോട്ട് ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് അരി ഒന്ന് പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ അങ്ങനെ ഒരു 2 മിനിറ്റും കൂടി ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് എല്ലാ അരിയും പൊട്ടിക്കഴിയുമ്പോൾ അത് പാകമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു നല്ലൊരു കളറും വരും. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കണം. ഇത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് മിക്സിയിലിട്ട്. അപ്പം ചൂടൊന്ന് ആറിയതിന് ശേഷം പൊടിച്ചെടുത്താൽ മതി. മിക്സിയുടെ വലിയ ജാറ് തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ചൂടാറിയ അരി വറുത്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് ഒന്ന് അരിക്കുകയും കൂടി ചെയ്യണം, അല്ലെങ്കിൽ വലിയ വലിയ തരിയായിട്ടുണ്ടാവും. അപ്പോൾ അധികം തരിയില്ലാതെ വേണം നമ്മൾ അരിച്ചെടുക്കാനായിട്ട്. വറുത്ത അരി പൊടിച്ചത് അരിപ്പയിൽ ഇട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ കുറച്ച് കാഷ്യൂനട്ട് കൂടുതലെടുത്താൽ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ അധികമൊന്നും എടുത്തിട്ടില്ല, ഒരു 8-10 എടുത്തിട്ടുള്ളൂ. അത് ഒന്ന് ചൂടാക്കിയിട്ട് അതും കൂടി നമുക്ക് ഇത് പൊടിക്കുമ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ശർക്കരയാണ്. ഇത് അച്ചായിട്ടുള്ള ശർക്കരയാണ്, അതിനകത്ത് കല്ലൊന്നുമില്ല. ആ ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തു. മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു. ഒരു 3 ഏലക്കായുടെ ഉള്ളിലെ കുരുവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അധികം റോസ്റ്റ് ചെയ്തിട്ടില്ല. ആ കാഷ്യൂനട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഒന്ന് പൾസ് ചെയ്തു. അതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, വറുത്ത് പൊടിച്ചത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം തന്നെ തേങ്ങ ചിരകിയത്, ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. തേങ്ങ നമുക്ക് ഇഷ്ടാനുസരണം ചേർക്കാം, കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് കിസ്മിസ്, അതൊന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് പൾസ് ചെയ്തതിന് ശേഷമാണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ട പിടിക്കാനുള്ളതാണ്. ഒരല്പം നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉണ്ട പിടിച്ച് എടുക്കാം. ഇപ്പോൾ ഇതിന് ചൂടൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഉണ്ട പിടിക്കാൻ പറ്റും. ഞാൻ ഒരു മീഡിയം സൈസുള്ള ഉണ്ടയായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. നല്ലൊരു നനവുണ്ട്, കാരണം നമ്മൾ തേങ്ങ ചേർത്തല്ലോ. അപ്പോൾ അതിൻ്റെ ഉണ്ട് അല്പം നെയ്യ് ചേർത്തു, ശർക്കരയുടെയും എല്ലാം കൂടെ പെട്ടെന്ന് നമുക്ക് ഉണ്ട പിടിച്ച്. കുറച്ച് അരി വറുത്ത് പൊടിച്ചത് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഉണ്ടയാക്കി എടുത്തതിന് ശേഷം അതിലിട്ടൊന്ന് റോൾ ചെയ്തു. അപ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും. അങ്ങനെ മുഴുവൻ ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടയായിട്ട് എടുക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ, അങ്ങനെ കട്ടിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, വളരെ എളുപ്പത്തിൽ, പക്ഷെ നല്ല സ്വാദുണ്ട്. ചായയുടെ കൂടെ ബെസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയ അരിയുണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുകയും ചെയ്യണം. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും ഈ വീഡിയോയ്ക്ക് തരണം. അടുത്തൊരു വീഡിയോയിൽ നമുക്കുടനെ കാണാം. താങ്ക് യു.